ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, കത്തോലിക്ക സഭയോട് ചേർന്ന്, സഭയുടെ പ്രബോധങ്ങളോട് ചേർന്ന് ഇന്നത്തെ വചന ശുശ്രൂഷ നമുക്ക് ആരംഭിക്കാം. യേശയ്യായുടെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുവചനം. ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. യേശയ്യായിലൂടെ ദൈവം പറയുന്നു, കഴുകന് തന്നെ നവീകരിച്ച് ചെറുപ്പമാകാനുള്ള കഴിവുണ്ട്. അതുപോലെ എന്നിലേക്ക് നിങ്ങൾ വീണ്ടും ആശ്രയിച്ചാൽ നിങ്ങൾ കഴുകന്മാരെ പോലെ ചെറുകടിച്ചു വരും. തളർന്നു കിടക്കുകയാണോ? നിരാശപ്പെട്ടിരിക്കുകയാണോ? ആകുലതയിലാണോ? ഉത്കണ്ഠയാണോ? മക്കളുടെ ഭാവിയോർത്ത്, ജീവിത പങ്കാളിയെക്കുറിച്ചോർത്ത്, വിവാഹ ജീവിതത്തിലെ പാകപ്പിഴകളെ ഓർത്ത്, ദാമ്പത്യ ബന്ധം തകരുന്നതിനെ ഓർത്ത്, മക്കളുടെ മാതാപിതാക്കളുടെ മനസാന്തരത്തെ ഓർത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണോ? തളർന്നു, എല്ലാ തരത്തിലും സാമ്പത്തിക കടബാധ്യത എല്ലാ മേഖലയും തകർന്നിരിക്കുകയാണോ? ഇനി മുന്നോട്ട് പോകാൻ ഒരു മാർഗവുമില്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞു, 10-ാം അധ്യായം 9-ാം തിരുവചനം, നിങ്ങൾക്കെല്ലാ വാതിലും അടയുമ്പോൾ നിങ്ങൾക്കായി ഒരു വാതിൽ തുറക്കുന്നു. അതാണ് യോഹന്നാൻ 10:9. ഈശോ പറഞ്ഞു, ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഞാനാണ് വാതിൽ, എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. ഈശോ പറഞ്ഞതാണ്. എല്ലാ വാതിലും നിങ്ങൾ കടഞ്ഞിട്ടുണ്ടാകാം, എന്നാൽ ഈ മാർഗം. അതുകൊണ്ടാണ് അപ്പോസ്തലപ്രവർത്തനം 4-ാം അധ്യായം 12-ാം തിരുവചനം, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. ഈ ഒരൊറ്റ നാമം, ജീസസ് ക്രൈസ്റ്റ്. ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ലൂക്കായുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായം 11-ാം തിരുവചനം, 11-12 തിരുവചനങ്ങൾ, അവിടെ ഈശോ സാബത്തിൽ സിനഗോഗിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ 18 വർഷമായി ഒരാത്മാവ് ബാധിച്ച് രോഗിണിയായി നിവർന്നു നിൽക്കാൻ സാധിക്കാത്ത വിധം കൂനിപ്പോയ ഒരുവളുണ്ടായിരുന്നു. ഈശോ അവളെ അടുത്ത് വിളിച്ചിട്ട് ഈശോ പറഞ്ഞു, സ്ത്രീയെ, നിന്റെ രോഗത്തിൽ നിന്ന് നീ മോചിക്കപ്പെട്ടിരിക്കുന്നു. അവളുടെ ശിരസിൽ കൈവച്ച് അവളെ സൗഖ്യപ്പെടുത്തുക. 18 വർഷം സാത്താൻ ബന്ധിച്ചിട്ടിരുന്നത് അവൾ ആ ക്ഷണം നിവർന്നു നിന്നു. കൂനിപ്പോയവളാണ്. ഞാൻ ആലോചിക്കട്ടെ, കൂനിപ്പോയി. അവൾക്ക് ഒരു നിലം മാത്രമാണ്. ഈ കൂനിപ്പോയത് കൊണ്ട് അവൾക്ക് ഉന്നതത്തിലേക്ക്, മുകളിലേക്ക് നോക്കാനായിട്ട് സാധിക്കുന്നില്ല. സൂര്യനെ കണ്ടിട്ട് തന്നെ വർഷങ്ങളായിട്ടുണ്ടാവും. താഴേക്ക് മാത്രം നോക്കുന്ന, ഉന്നതത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് കൊളോസ്യർക്ക് ലേഖനത്തിൽ 3-ാം അധ്യായം 2-ാം തിരുവചനം, കൊളോസസ് 3:2, ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല ഉന്നതത്തിലുള്ളവയെ ശ്രദ്ധിക്കുവിൻ. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. നമ്മുടെ ലക്ഷ്യം സ്വർഗം ലക്ഷ്യമാക്കിയാണ് നാം ജീവിക്കുന്നത്. അതിൽ ഈ ഭൗതിക ലോകത്തുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ ഒക്കെ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞു, ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് 100 ഇരട്ടി ലഭിക്കാതിരിക്കില്ല, വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. എന്നെ പ്രതി നിങ്ങൾ എന്ത് നഷ്ടപ്പെടുത്തിയാലും നിങ്ങൾക്ക് ഇവിടെ വെച്ച് 100 ഇരട്ടി ലഭിക്കാതിരിക്കില്ല, വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. ഇത് നിങ്ങൾക്ക് ലഭിക്കും. എന്നെ പ്രതി നിങ്ങൾ എന്ത് നഷ്ടപ്പെടുത്തിയാലും എന്നിലേക്ക് തിരിച്ചു വരിക. ഈശോ പറയുന്നു. ഇതിനാണ് 1 യോഹന്നാൻ 2:15, 16, 17 തിരുവചനത്തിൽ ഈശോ പറഞ്ഞത് ഇതാ, ഈ കൂനിപ്പോയ സ്ത്രീ എന്താണോ കണ്ടത്, അവൾക്ക് ഉന്നതത്തിലേക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. ഉന്നതത്തിൽ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 2-ാം അധ്യായം 15, 16, 17 തിരുവചനങ്ങൾ, നിങ്ങൾ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. ജഡത്തിന്റെ ദുരാശ, കണ്ണുകളുടെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇവയെല്ലാം ലോകത്തിൻ്റെതാണ്. ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നു പോകുന്നു. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്, കണ്ണുകളുടെ ദുരാശ. കണ്ണിന് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല, ശരീരത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. ഈ ആസക്തിയെ ഞാൻ ജ്വലിക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ മത്തായിയുടെ സുവിശേഷത്തിൽ ഈശോ പറഞ്ഞു, 5-ാം അധ്യായം 28-ാം തിരുവചനം, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ആസക്തിയോടെ പുരുഷനെ നോക്കുന്നവൾ വ്യഭിചാരം ചെയ്തു. ഇതാണ് ഈശോ പറഞ്ഞത്. ഈ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. ഈശോ പറഞ്ഞു, മനസ്സിന്റെ പോലും ഈശോ കാണുന്നു. മനസ്സിന്റെ പോലും ഈശോ കാണുക. അതുകൊണ്ട് നീ സ്വയം ഭോഗത്തിലാണോ, സ്വർഗ ഭോഗത്തിലാണോ, വ്യഭിചാരത്തിന്റെ ആണോ, അശ്ലീല വീഡിയോകൾ കാണുന്ന ആ വലിയ അടിമത്തത്തിലാണോ, മയക്കുമരുന്ന് മദ്യപാനത്തിന്റെ അടിമത്തത്തിൽ, ഏത് അടിമത്തത്തിലാണോ, തിരിച്ചു വരിക. ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിലേക്ക് തിരിച്ചു വരിക. ഈശോ നിന്നെ വിളിക്കുന്നു. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. സങ്കീർത്തനം 34 ഈശോ പറയുന്നു, ദൈവം പറയുന്നു, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. യേശു ക്രിസ്തുവിലേക്ക് എന്ന വെട്ടത്തിലേക്ക്, വെളിച്ചത്തിലേക്ക് നീ കടന്നു വരിക.
സ്വർഗഭോഗത്തിന്റെ ആസക്തിക്ക് അടിമപ്പെട്ട ഒത്തിരി വ്യക്തികളുണ്ട്. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ വ്യക്തമായി വിവരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ 18, 19 അധ്യായങ്ങൾ വിവരിക്കുന്നു. സോദോം ഗൊമോറ പ്രദേശങ്ങൾക്കെതിരെയുള്ള നിലവിളി ദൈവസന്നിധിയിലെത്തുമ്പോൾ ദൈവം ആ സോദോം ഗൊമോറ പ്രദേശങ്ങൾ സന്ദർശിക്കാൻ ഇറങ്ങി വരുവാണ്. ആ സമയത്ത് 18 അധ്യായത്തിൽ അബ്രാഹാം മധ്യസ്ഥം വഹിച്ച് യാചിക്കുന്നുണ്ട് ആ പ്രദേശങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടി. അബ്രാഹാം ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവേ, 50 നീതിമാന്മാരുണ്ടെങ്കിൽ ആ പ്രദേശങ്ങളെ നീ നശിപ്പിക്കുമോ? ദൈവം പറഞ്ഞു നോ. 50 5 കുറഞ്ഞാൽ 45 ഉണ്ടെങ്കിൽ നോ. 40 നോ. 30 20 അവസാനം അബ്രഹാം 10 നീതിമാന്മാരുണ്ടെങ്കിൽ ആ ദേശത്തെ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞു നോ, നശിപ്പിക്കില്ല. നീതിമാനായ ലോത്തിനെയും കുടുംബത്തെയും ആ പ്രദേശത്തു നിന്ന്, സൊദോം ഗൊമോറ പ്രദേശത്ത് നിന്ന് ദൈവം രക്ഷിക്കുന്നു. അതിനുശേഷം ആ പ്രദേശത്തിന് മേലെ അഗ്നിയും ഗന്ധവും ഇറങ്ങി ദൈവം നശിപ്പിക്കുന്നു. സ്വർഗഭോഗത്തിന് അടിമപ്പെട്ട പല രാജ്യങ്ങളിൽ നിന്ന് സ്വർഗഭോഗങ്ങൾ നിയമവിധേയമാക്കിയിട്ടുണ്ട്. സ്വർഗഭോഗത്തിന് അടിമപ്പെട്ട, സ്വർഗ വ്യഭിചാരത്തിന് അടിമപ്പെട്ട വ്യക്തികൾക്ക് ഇത് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ല. സാത്താൻ അവരെ അടിമത്തത്തിലാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് 1 പത്രോസ് 5:8 വായിക്കുക, ബൈബിൾ വായിക്കുക, വചനം പഠിക്കുക. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ച് ചുറ്റി നടക്കുന്നു. വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് അവനെ നേരിടുവിൻ. ഈ പൈശാചിക സ്വാധീനം, സ്പിരിറ്റ്, ദൈവത്തിന്റെ ഈ വലിയ നന്മയെ തകർക്കാനായിട്ട് പൈശാചിക സ്വാധീനങ്ങൾ, ദുഷ്ടപിശാചികൾ, അരൂപികൾ നിങ്ങളിലേക്ക് വസിച്ച് നിങ്ങളെ തിന്മയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് തകർച്ചയിലേക്കാണ് പോകുന്നത്. ഈ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈശോ പറയുന്നത്, എന്നിലേക്ക് തിരിച്ചു വരിക. വ്യഭിചാരത്തിന്റെ ആസക്തിക്ക് അടിമപ്പെട്ട വ്യക്തിയാണോ? 1 കൊറിന്തോസ് 6:18, 1 കൊറിന്തോസ് 6:18 വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലുവിൻ. മനുഷ്യർ ചെയ്യുന്ന മറ്റു പാപങ്ങളെല്ലാം ശരീരത്തിന് വെളിയിലാണ്, എന്നാൽ വ്യഭിചാരം ചെയ്യുന്നതിനാകട്ടെ സ്വന്തം ശരീരത്തിനെതിരായി പാപം ചെയ്യുന്നു. നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ആലയമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? പരിശുദ്ധാത്മാവിന്റെ ആലയമായ ഈ ശരീരത്തിലാണ് നാം പാപം ചെയ്യുന്നത്. ശരീരത്തെ നശിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. വ്യഭിചാരത്തിൽ നിന്ന് ഓടിയകലണം. അതുകൊണ്ട് സ്വയംഭോഗത്തിന്റെ, സ്വർഗഭോഗത്തിന്റെ, വ്യഭിചാരത്തിന്റെ, ലൈംഗിക തിന്മകൾക്ക് അടിമപ്പെട്ട, പാപത്തിന് അടിമപ്പെട്ട വ്യക്തികളാണോ? മക്കളാണോ? മാതാപിതാക്കളാണോ? ആരെങ്കിലും ആകട്ടെ, യുവാക്കന്മാരാണോ? നിങ്ങളോട് പറയുന്നു പ്രഭാഷകൻ 23:16, പ്രഭാഷകന്റെ പുസ്തകം 23:16 വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്. ജീവിതം പൂർണ്ണമായി നശിപ്പിക്കുന്നത് വരെ അത് അടങ്ങുകയില്ല. ഭോഗാസക്തിക്ക് അടിമപ്പെടുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്നതുവരെ അതിൽ നിന്ന് സ്വതന്ത്രനാവുകയില്ല. വ്യഭിചാരിക്ക് എല്ലാ അപ്പവും മതിരിക്കുന്നു. വിവാഹ ഉടമ്പടി ലംഘിക്കുന്നവൻ ആത്മഗതം ചെയ്യുന്നു എന്ന പ്രഭാഷകൻ പറയുന്നേ. എന്നെ ആര് കാണും? ഇരുട്ടെനിക്ക് മറയാണ്. 23:19 പറയുന്നു, കർത്താവ് പറയുന്നു, കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവിന്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് പ്രകാശമുള്ളതാണെന്ന് അവൻ അറിയുന്നില്ല. അവന്റെ എല്ലാ മാർഗങ്ങളും അവിടുന്ന് നിരീക്ഷിക്കുകയും നിഗൂഢ സ്ഥലങ്ങൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. പ്രഭാഷകൻ 23:19. നീ എവിടെയെല്ലാം വെച്ച് എന്തൊക്കെ പാപകരമായ മാർഗത്തിൽ ഏർപ്പെട്ടു, ഇതെല്ലാം ദൈവം കണ്ടിട്ടുണ്ട്. നിഗൂഢ മാർഗങ്ങളും നിഗൂഢ സ്ഥലങ്ങളും എല്ലാം ദൈവം കണ്ടു കഴിഞ്ഞു. ഒരിക്കൽ ഞാനൊരു സൂപ്പർ ഫാസ്റ്റ് ബസ്സിൽ, KSRTC ഞാൻ കോഴിക്കോട് നിന്ന് രാത്രിയായി. അത് ഒരു മലയോര ഗ്രാമത്തിലേക്കാണ് പോകുന്നത്. ഞാൻ ബസ്സിൽ കയറി അപ്പോൾ ഡ്രൈവറും കണ്ടക്ടറും ഉണ്ട്, മുന്നിലൊരു മനുഷ്യനും ഇരിപ്പുണ്ട്. വേറെ ആരും ആ ബസ്സിലില്ല. ഞാൻ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ 2 പേരുടെ സീറ്റിൽ ഇടത് സൈഡിലാണ് ഇരിക്കുന്നത്. 3 പേരുടെ സീറ്റിൽ ചില ശബ്ദം കേട്ടപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കി. അവിടെ ചെറിയ ഇരുട്ടാണ്. ഡ്രൈവറുടെ ആ ക്യാബിന് ചുറ്റിനും മാത്രം കുറച്ച് വെളിച്ചമുള്ളൂ. ഞാൻ നോക്കിയപ്പോൾ 10, 20, 21 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും അവർ പരസ്പരം ചുംബനത്തിൽ ഏർപ്പെട്ടിരിക്കുക. അവർ ലോകത്തെ കുറിച്ചോ ചുറ്റിലുള്ളവരെ കുറിച്ച് അറിയുന്നേയില്ല. കുറച്ച് ദൂരം എത്തിയപ്പോൾ അവർ രണ്ട് വഴിക്ക്, ഒരാൾ മുന്നേ കൂടി ഒരാൾ പുറകെ കൂടി ഇറങ്ങി. നീ എവിടെയെല്ലാം വെച്ച് പാപത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ? ഏത് കെട്ടിടത്തിലാണോ, ഏത് ഓഫീസിലാണോ, ഏത് ജോലി സ്ഥലത്താണോ, ഏത് കാടിനുള്ളിലാണോ, എവിടെയില്ല, ഇതെല്ലാം ദൈവം കണ്ടിട്ടുണ്ട്. നിന്റെ നിഗൂഢ സ്ഥലങ്ങളും എല്ലാ മാർഗങ്ങളും കർത്താവ് കണ്ടിട്ടുണ്ട്. കർത്താവ് പറയുന്നു, തിരിച്ചു വരിക. ഈ ആസക്തിയിൽ നിന്ന് നിന്നെ മോചിപ്പിക്കാൻ ഞാൻ യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യണം? ഈ ആസക്തിയിൽ നിന്നെല്ലാം നിന്നെ മോചിപ്പിക്കാൻ ഞാൻ യോഹന്നാൻ 14:18 ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല.
യോഹന്നാൻ 14:16 പറഞ്ഞു, നിങ്ങൾക്കൊരു സഹായകനെ ഞാൻ വാഗ്ദാനം ചെയ്യും. അത് പറഞ്ഞിട്ട് ഈശോ പോയത്. ഞാൻ അനാഥരായി വിടുകയില്ല. ആരാണ് സഹായകൻ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട്. അതുകൊണ്ട് എന്താണ് ഇതിന്റെ പരിഹാരം? കണ്ണിന്റെ ആസക്തി, സ്വയംഭോഗ സ്വർഗഭോഗത്തിന്റെ തിന്മയുടെ അരൂപി നമ്മളെ കീഴടക്കുന്നു. എങ്ങനെ ഞാൻ ഇതിൽ നിന്ന് മുക്തനാകും? പൗലോസ് ചോദിച്ചു, ദുർഭകനായ മനുഷ്യൻ ഞാൻ. 7-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, ഞാൻ ദുർഭകനായ മനുഷ്യൻ, എന്നെ ഈ ശരീരത്തിൽ ആര് മോചിപ്പിക്കും? ഹല്ലേലൂയ. റോമാർക്ക് എഴുതിയ ലേഖനം റോമ 8:13. ഇതാണ് ഇതിന്റെ പരിഹാരം. റോമ 8:13. ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും ജീവിക്കും. ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും ജീവിക്കും. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ഇറങ്ങാനായിട്ട് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവ് ദാഹിച്ച് പ്രാർത്ഥിക്കുക. പരിശുദ്ധാത്മാവിന്റെ അഗ്നി കൊണ്ട് നിന്റെ ശരീരത്തിന്റെ ആസക്തികളെ പൂർണ്ണമായി നശിപ്പിക്കും, വേരോടെ പിഴുതു മാറ്റപ്പെടും. പരിശുദ്ധാത്മാവ് അഗ്നിയായി നിന്നിലേക്ക് ഒഴുകിയിറങ്ങും. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം 1:8 പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അവിടെ പറയുന്നേ, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറൂസലേമിലെ യൂദയ മുഴുവനും സമരിയായാലും ഭൂമിയിൽ അതിർത്തിയിൽ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഈ ആത്മാവ് വന്നു കഴിയുമ്പോൾ ആത്മാവ് നമ്മളെ ശക്തിപ്പെടുത്തും. നമ്മുടെ ശരീരത്തിന്റെ ആസക്തികളെ, വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഈ ആസക്തിയുടെ പ്രവണതകളെല്ലാം ആത്മാവിന്റെ ശക്തിയാൽ നിഹനിക്കപ്പെടും. ആത്മാവാൽ ഇത് ശുദ്ധീകരിക്കപ്പെട്ടു പോകും. റോമ 8:13. വിശുദ്ധ കുർബാന, പരിശുദ്ധ ജപമാല, ആത്മാവിന്റെ വാൾ, ദൈവ വചനം, ഈ 3 ഈ 3 കാര്യം നീ ചെയ്യുക. അതുകൊണ്ടാണ് ജെറേമിയ 23:29 എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ. വചനത്തിന്റെ അഗ്നിയാൽ നീ ഈ അഭിഷേകം, ദൈവവചനം വായിക്കുക. പരിശുദ്ധാത്മാവിലേക്ക് കടന്നു വരും. ആത്മാവിന്റെ അഭിഷേകം കൊണ്ട് നിറയും. വചനത്തിന്റെ ശക്തി നമ്മൾക്ക് തിരിച്ചറിയാത്തത് കൊണ്ടാണ്. വചനം വായിച്ച് 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 ആത്മാവാൽ നമ്മൾ നിറയപ്പെടും. വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ നമ്മളുടെ തിന്മയുടെ കെട്ടുകൾ നാം പോലും അറിയാതെ വിട്ടുപോകും. പരിശുദ്ധ അമ്മ ഏത് സാത്താന്റെ തലയെ തകർക്കുന്ന പരിശുദ്ധ അമ്മ ഏത് സാത്താന്റെ കുതന്ത്രങ്ങളെയും തകർക്കും. പാപത്തിന്റെ മേഖലകളിൽ നിന്ന് നമ്മളെ സംരക്ഷിച്ച് അമ്മയുടെ കാപ്പയ്ക്കുള്ളിൽ സംരക്ഷിച്ചു നിർത്തും. പരിഹാരമായി റോമ 8:13 പരിശുദ്ധാത്മാവിനാൽ നിറയുക. അഗ്നി കൊണ്ട് നിറയുക. ആത്മാവിന്റെ അഗ്നിയാൽ ജ്വലിക്കുക. ശരീരത്തിന്റെ പ്രവണതയെ ആത്മാവ് കൊണ്ട് നിഹനിക്കുക. പരിശുദ്ധ കുർബാന, പരിശുദ്ധ ജപമാല, ദൈവവചന, ഈ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ നീ തിന്മയുടെ കോട്ടകളിൽ നിന്ന് സംരക്ഷിക്കപ്പെടും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവ് യേശുവേ, ബന്ധനത്തിലായിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇത് കാണുന്ന വ്യക്തികളുടെ മേലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അഗ്നിയായി കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണിന്റെ ദുരാശകളിൽ കണ്ണ് നിയന്ത്രിക്കാൻ സാധിക്കാത്ത വ്യക്തികൾ, സ്വയംഭോഗത്തിൽ, സുവർഗഭോഗത്തിൽ, വ്യഭിചാരത്തിൽ, അന്ധകാര ശക്തിയിൽ പിടിയിലായിട്ടിരിക്കുന്ന അനേക മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ കെട്ടുകളിൽ നിന്ന് യുവാക്കന്മാരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മൊബൈൽ ഫോണിന്റെ അഡിക്ഷൻ, ആ അടിമത്തത്തിലായിരിക്കുന്ന അനേക മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അശ്ലീല സൈറ്റുകൾക്ക് അടിമപ്പെട്ട മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിന്മയുടെ ബന്ധനത്തിൽ കഴിയുന്ന അനേക മക്കൾ ഈ നിമിഷം ഈ വചന ശുശ്രൂഷ കാണുന്ന എല്ലാ വ്യക്തികളിലേക്കും, അന്ധകാരത്തിന്റെ പിടിയിലമർന്ന എല്ലാ മക്കളിലേക്കും ദൈവത്തിന്റെ പരിശുദ്ധ ഇറങ്ങട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ലൂക്കായുടെ സുവിശേഷം 10:19, ലൂക്ക 10:19, പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളും ഇത് ചവിട്ടി നടക്കാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകുന്നു. ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഒരു തിന്മയുടെ ശക്തിയെ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരു രക്തത്തിന്റെ ശക്തിയിൽ ഇപ്പോൾ പൊതിയപ്പെട്ട എല്ലാ മക്കളും, ഇത് കേൾക്കുന്ന മക്കളിലേക്ക് ദൈവത്തിന്റെ അഗ്നി, പരിശുദ്ധ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. പരിശുദ്ധാത്മ ഇപ്പോൾ വ്യാപരിക്കട്ടെ. അഗ്നി കൊടുങ്കാറ്റ് വ്യാപരിക്കട്ടെ. തിന്മയുടെ കെട്ടുകൾ അഴിയട്ടെ. ബന്ധനത്തിൽ അയക്കുന്ന എല്ലാ മക്കളും കെട്ടുകൾ അഴിയട്ടെ. സത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന കെട്ടുകൾ അഴിയട്ടെ. രോഗികൾ, തകർന്നിരിക്കുന്നവരെ, തളർന്നിരിക്കുന്ന, നിരാശയിൽപ്പെട്ടിരിക്കുന്നവരെ ശക്തിപ്പെടുത്തണമേ. കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരാൻ അവർക്ക് സാധിക്കട്ടെ. അവർക്ക് സാധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടുകൾ പൊട്ടട്ടെ. അന്ധകാരത്തിന്റെ കെട്ടുകൾ പൊട്ടട്ടെ. കുടുംബങ്ങൾ നവീകരിക്കപ്പെടട്ടെ. തിന്മയിലായിരിക്കുന്ന മക്കളുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ കെട്ടുകളും പൊട്ടട്ടെ. അന്ധകാര ശക്തികൾ വിട്ടുപോകട്ടെ. പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. രോഗികൾ ഇപ്പോൾ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരാശയിലായിരിക്കുന്നവർ ശക്തി പ്രാപിക്കട്ടെ. തളർന്നിരിക്കുന്നവർ ശക്തി പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.